ആലപ്പുഴയിൽ യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമം. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നായിരുന്നു അതിക്രമം. ആലപ്പുഴ സ്വദേശി ജോസ് പിടിയിലായി. വീട്ടിലെത്തി ജോസ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും മനോധൈര്യം കൊണ്ടാണ് ഓടി രക്ഷപ്പെട്ടതെന്നും പെൺകുട്ടി 24-നോട് പറഞ്ഞു. ഇന്നലെ ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ നീറ്റ് കോച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവിടെ വീട്ടുകാരും ഇല്ല, ഇവർ എറണാകുളത്ത് പോയി. അപ്പോൾ ഞാൻ റൂമിലിരിക്കുന്ന സമയത്ത് പട്ടികൾ ഭയങ്കര പോരാ. അപ്പോൾ ഞാൻ വന്ന് ഇറങ്ങി നോക്കുമ്പോൾ ഇയാൾ ഗേറ്റ് തുറന്ന് ആദ്യം അകത്തോട്ട് കയറി ഭയങ്കരമായിട്ട് തെറി വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ കൊല്ലൂടി. അപ്പം കയ്യിൽ പെട്രോളൊന്നും ഇല്ലായിരുന്നു. ഉടനെ തെറി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ജോസെ പുറത്തോട്ട് ഇറങ്ങാൻ പറഞ്ഞു. അയാൾ ഇറങ്ങിപ്പോയി. 5 മിനിറ്റ് എടുത്തില്ല, അതിനുള്ളിൽ വന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നു. ഞാൻ കയ്യിൽ കുപ്പിയും ലൈറ്റർ ഇരിക്കുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല. ഉടനെ ഇയാൾ ഗേറ്റ് തുറന്നത് എൻ്റെ മേത്ത് പെട്രോൾ ഇങ്ങനെ വീശി ഒഴിച്ചിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇറങ്ങി. ഉടനെ ലൈറ്ററുമായിട്ട് കത്തിക്കാൻ വേണ്ടി വന്നു. ഞാൻ പെട്ടെന്ന് ലൈറ്റർ തട്ടി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഉറപ്പത് ഞാൻ ആ സൈഡ് ഫുള്ള് കത്തിയാണ്. കുറച്ച് പെട്രോൾ ബാക്കി ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. ആ ബോട്ടിലും ലൈറ്ററുമായിട്ട് ആൾ എണീറ്റ് പിന്നെ ഷെഡിൽ പോയി കിടന്നു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്? അനുജ, ഈ പെൺകുട്ടിയുടെ വീട്ടുകാരും ഈ ജോസും തമ്മിലുള്ള ഒരു സ്ഥല ഇടപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് പണ്ടേ തീർത്തതാണ്. പക്ഷേ വീണ്ടും മദ്യപിച്ചെത്തി ജോസ് നിരന്തരമായി പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. അത് നേരത്തെ തന്നെ പോലീസിൽ പരാതിയായി നൽകിയതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത ഈ ജോസിന്റെ വിഷയത്തിൽ കുടുംബത്തിനുണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ ഈ പ്രശ്നം പ്രത്യേകിച്ച് ഒരു പ്രശ്നമൊന്നുമില്ലാതെയാണ് ജോസ് വൈകുന്നേരം മദ്യപിച്ചെത്തി പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന് മനസ്സിലാക്കി പെൺകുട്ടിയെ ആക്രമിക്കാനായി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ആദ്യം പെൺകുട്ടി തന്നെ തടുത്ത് അയാളെ പറഞ്ഞയക്കുന്നുണ്ട്. പിന്നീട് പെട്രോളുമായി വന്ന ഈ വീടിന്റെ സിറ്റൗട്ടിലിരുന്ന പെൺകുട്ടിയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയും കയ്യിലിരുന്ന ലൈറ്റർ കൊണ്ട് കത്തിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. ഈ ലൈറ്റർ കത്തിച്ചപ്പോൾ തന്നെ പെൺകുട്ടി ഇയാളെ തള്ളി മാറ്റി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. സമീപത്ത് മറ്റ് വീടുകളിലൊന്നും ആള് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. പിന്നീട് പോലീസിനും ഒപ്പം ഈ കുട്ടിയുടെ പുറത്തേക്ക് പോയ അമ്മയും ഒക്കെ വിളിച്ചറിയിച്ചു. പോലീസിലേക്ക് വിവരം കൈമാറുകയായിരുന്നു. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി തന്നെ അറസ്റ്റ് ചെയ്തു. ഇയാൾ ഈ പെൺകുട്ടിയുടെ വീടിന് സമീപത്തുള്ള ഇയാളുടെ സ്വന്തം സ്ഥലത്തൊരു ഷെഡ് കെട്ടി, താൽക്കാലിക ഷെഡ് കെട്ടി ആ ഷെഡിനുള്ളിലാണ് താമസിക്കുന്നത്. അതിനകത്തും ഇതേ രീതിയിൽ പല സാധനങ്ങളും കൂട്ടിയിട്ട് കത്തിച്ചതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. പല കേസുകളിലും പ്രതിയാണ് ഇയാൾ. ഇയാളുടെ വീടിന് പുറത്ത് ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് പോലീസ് പതിച്ചിട്ടുണ്ട്. അത് മറ്റൊരു കേസാണ്. എന്തായാലും ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. ഒപ്പം സ്ഥിരം മദ്യപാനിയാണ്. നിലവിൽ ഇയാൾ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി മറ്റ് നടപടികളിലേക്ക് കടക്കും. അനുജ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.